മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഫോർട്ട് കൊച്ചിയിൽ വൺ ആൻഡ് അനദർ ചിത്ര പ്രദർശനം തുടങ്ങി. ദി കംപ്ലീറ്റ് ആർട്ട് കൊച്ചിയുടെ ആഭിമുഖ്യത്തിൽ വൺ അനദർ എന്ന നാമകരണം ചെയ്ത കലാപ്രദർശനം ഫോർട്ട് കൊച്ചി ലോട്ടൺ എക്സിബിഷൻ ഹാളിൽ ആരംഭിച്ചു. കൊച്ചി പ്രസ് ക്ലബ് സെക്രട്ടറി എം സലീം ഉദ്ഘാടനം ചെയ്തു. വൺ അനദർ എന്നൊരു ഐക്യത്തിന്റെ കാരണം ഉയർത്തിക്കൊണ്ടാണ് ഇന്നിവിടെ ചിത്ര പ്രദർശനം ആരംഭിക്കുന്നത്. കൊച്ചിയുടെ തലവര വരച്ച ഒരു പ്രദേശത്താണ് ഈ ചിത്ര പ്രദർശനം നടക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൊച്ചിയുടെ ശില്പി എന്നറിയപ്പെടുന്ന സർ റോബർട്ട് ക്രിസ്റ്റോ ഇവിടെ താമസിച്ചുകൊണ്ടാണ് കൊച്ചി എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിച്ച് വരച്ചത്. ഇവിടെ നിന്ന് അദ്ദേഹം എല്ലാം പ്ലാൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ ദർശനത്തിലാണ് കൊച്ചി എന്ന സിറ്റി ഉണ്ടായതും ഇന്ന് ഇത്രയും വലിയൊരു പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ചിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകം എങ്ങനെ ചിന്തിക്കണം എന്ന് കാഴ്ചപ്പാടുള്ള ഒരു കലാകാരന്മാരാണ് ചിത്രകാരന്മാർ. ഇത് പറയാൻ കാരണം നമ്മളിപ്പം 10,000-കണക്കിന് രൂപ ചിലവാക്കി പാദസരമുണ്ട്, കാലിലുണ്ട്. പക്ഷെ ഒരു രൂപ എടുത്തൊരു ബിന്ദി കുങ്കുമപ്പൊട്ടും നെറ്റികളുമ്പോൾ അതാണ് ശ്രദ്ധ. അവിനാശ് മാത്യു, ശ്രീകാന്ത് നെട്ടൂർ, ഫോറിൻഡോ ദീപ്തി എന്നിവർ സംസാരിച്ചു. ശ്രീകാന്ത് നെട്ടൂർ ക്യൂറേറ്റ് ചെയ്യുന്ന ചിത്ര പ്രദർശനത്തിൽ അർച്ചന കൃഷ്ണൻ, അമ്പിളി, ജോളി എം സുധൻ, ഷെർലി ജോസഫ്, ഫ്രാൻസിൻ കോടൻ കണ്ടത്ത, ജമീല എം ദേവൻ, സാം ജോസഫ്, രഘുമേനോൻ, ശാസ്ത്ര ശർമ്മൻ, ഫോമിൻഡോ ദീപ്തി, ഡോക്ടർ ശ്യാമോഹൻ, ഷിൻഡാര, ഉദയൻ വാടക്കൽ, പ്രയാഗ് എഴുത്തകം, എം ഹുസൈൻ, രവീന്ദ്രനാഥ് ബാലകൃഷ്ണൻ, രഘുനാഥ് സിയാർ, ജെറോസ് ജെയിംസ്, ജൂലിയ രാജേഷ്, ഷിബു ആലപ്പുഴ തുടങ്ങി 21 കലാകാരന്മാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രദർശനം. ഒക്ടോബർ 15-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.